എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ടോപ്പിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും കറക്റ്റ് അളവ് പറഞ്ഞുതരാം. 51 ഇഞ്ചാണ് ഈ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. യോക്ക് 16 ഇഞ്ചാണ് കേട്ടോ യോക്ക് വരുന്നത്. അതേപോലെ ഈ സ്കേർട്ട് പാർട്ട് 35 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 14 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. ഇതിൻ്റെ ഈ ചെസ്റ്റിൻ്റെ അവിടുത്തെ ലൂസ് 19 ഇഞ്ച് കേട്ടോ. ഇങ്ങനെ 19 ഇഞ്ചാണ് ലൂസ്. ഈ വേസ്റ്റിൻ്റെ അവിടുത്തെ ലൂസ് വരുന്നത് 17 ഇഞ്ചാണ്. കറക്റ്റ് 17 ഇഞ്ച് കേട്ടോ. ഓക്കെ, വൺ സൈഡാണ് നമ്മളൊക്കെ എടുക്കേണ്ടത്. ചെസ്റ്റും വേസ്റ്റും വൺ സൈഡ് ലൂസാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ കയ്യിൻ്റെ ലെങ്ത്ത് 19 ഇഞ്ചാണ് അതിൻ്റെ കയ്യിൻ്റെ ലെങ്ത്ത് ഞാൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ബോട്ടം ലൂസ് 3.5 ഇഞ്ച് കേട്ടോ. ഓക്കെ, ഈ റിഗാളിൻ്റെ ഈ ലൂസ് 7 ഇഞ്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഈ സ്കേർട്ട് പാർട്ട് ഫുള്ള് പ്ലീറ്റ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഇഞ്ച് ഒരു 1.25 ഇഞ്ച് വീതിയിൽ പ്ലീറ്റ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ആവശ്യം ഈ തുണിക്കില്ല. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി ടോപ്പാട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണെങ്കിൽ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഇത് കട്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സ്കേർട്ട് പാർട്ടാണിത്. ഇതിന് മാറ്റി വെക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട്. ഇതാണ് ഇതിൻ്റെ യോക്കും കയ്യും കൂടെ ഒരു തുണിമെന്നാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ യോക്കിനും കയ്യിനും വേണ്ടി എടുത്തിട്ടുള്ള തുണി. ഈ തുണിയുടെ ലെങ്ത്ത് ഇതാണ് ഇതിൻ്റെ കരഭാഗം വരുന്ന ഭാഗം. ഇതാണ് തുണിൻ്റെ ലെങ്ത്ത് 90 സെൻറ്റി കേട്ടോ. തുണിൻ്റെ ലെങ്ത്ത് 90 സെൻറ്റിയിലാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ തുണിയുടെ വീതി 44 ഇഞ്ച് വീതിയാണ് കേട്ടോ. 44 ഇഞ്ച് വീതി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യോക്കിനും കയ്യിനും ഉപയോഗിക്കുന്നത്. ഇത് സ്കേർട്ട് പാർട്ടിന് ഉപയോഗിക്കുന്ന ക്ലോത്താട്ടോ. ഓക്കെ, രണ്ട് ക്ലോത്താണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് കറക്റ്റ് തുണി എത്രയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതാണ് കരഭാഗം. ഈ കരഭാഗം രണ്ടും ഒപ്പം വെച്ച് ഫോൾഡ് ചെയ്ത് വെച്ച് കണ്ട് കറക്റ്റ് ഇളക്കുമ്പോൾ 1 മീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡബിളല്ലേ, 2 മീറ്റർ വരുന്നുണ്ട് കേട്ടോ ക്ലോത്ത്. ഓക്കെ, ഇതിൻ്റെ വീതിയും 44 ഇഞ്ചാണ് കേട്ടോ. ഓക്കെ, 44 ഇഞ്ചാണ് ഇതിൻ്റെ വീതിയും വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് 51 ഇഞ്ചാണ്. അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ യോക്കിൻ്റെ ഭാഗം വരുന്നത് 16 ഇഞ്ചാണ്. 16 കഴിച്ചിട്ട് ബാക്കി ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് വരുന്നത് 35 ഇഞ്ചാണ് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ബാക്കി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ യോക്കും കയ്യും കൂടെ ഈ പീസുമ്പോൾ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ കൈ വരിക. ഈ ഭാഗത്തു നിന്നാണ് കൈ വരിക. ഇതിൻ്റെ ഈ കരൻ്റെ ഭാഗത്താണ് ഈ വർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗം കൈ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗമാണ് ഇതിൻ്റെ യോക്ക് കട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് കറക്റ്റ് ക്ലോത്താട്ടോ. ഇത് കറക്റ്റാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് ഒന്നും പോവില്ല. കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ആ കൈ രണ്ടും ഒപ്പം കട്ട് ചെയ്യാണ്. 2 കൈ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കണ്ട് 4 മടക്കിൽ കറക്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ച് കണ്ട് അടിഭാഗത്ത് ഒരു ലൈന് വരച്ചിട്ടോ. ഓക്കെ, ഈ കയ്യിൻ്റെ ലെങ്ത്ത് 19 ഇഞ്ചാണ് ഞാൻ അടിക്കുന്ന ടോപ്പിൻ്റെ കയ്യിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് 20 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഈ സൈഡിലേക്ക് ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, 3.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റിഗാളിൻ്റെ ഈ ലൂസ് 7 ഇഞ്ചാണ്. അതിവിടെ കറക്റ്റ് 7 ഇഞ്ച് തന്നെ കറക്റ്റ് മാർക്ക് ചെയ്തു. ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ലൂസ് 3.5 ഇഞ്ചാണ്. അതും കറക്റ്റ് ഞാൻ ഇവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടോ. എക്സ്ട്രാ നമ്മൾ അടിക്കാൻ എത്രയാണ് തുമ്പ് വേണ്ടത്? ഒരു 1.25 ആണെങ്കിൽ 1.25, അല്ലെങ്കിൽ 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് തുമ്പിട്ട് കൊടുക്കട്ടോ. ഒരു 1.25 ഇഞ്ച് തുമ്പിട്ട് എടുത്തോണ്ട്. ഓക്കെ, എന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കണ്ട് കറക്റ്റായിട്ട് ഈ ലൈന് വരയ്ക്കുക. ഇതിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഈ മാർക്ക് ചെയ്ത മാർക്കിങ് കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇതേപോലെ ലൈന് വരച്ച് ഇവിടെ ഒരു ഷേപ്പ് വരയ്ക്കുക കേട്ടോ. കയ്യിൻ്റെ ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് വരേണ്ട ഭാഗമാണത്. ഇവിടെ ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് കറക്റ്റായിട്ട് ആ ഷേപ്പ് കൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ 2 കൈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് സെൻറ്ററിൽ ഒരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 കൈയും നമ്മൾ കട്ട് ചെയ്തിട്ടോ. എന്നിട്ട് ഈ 2 കൈയിൻ്റെയും ഈ നല്ല വശങ്ങൾ ഇതേപോലെ ചേർത്ത് വെക്കട്ടതാ. ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക, കുഴിച്ച് കട്ട് ചെയ്യുക. ഈ ഭാഗമാണ് ഫ്രണ്ടിക്ക് വരേണ്ടത് കേട്ടോ. പക്ഷേ ഇതിന് ഞാൻ അങ്ങനെ കട്ട് ചെയ്യണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, കട്ട് ചെയ്യാതെയും അടിക്കാം. കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതിന് ഞാൻ കട്ട് ചെയ്യണില്ല, അത് വേറൊരു കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൈ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ
യോക്ക് പാർട്ട് കട്ട് ചെയ്യണം. ഇതേപോലെ 2 പീസ് ഡബിൾ ഫോൾഡ് ചെയ്ത് കണ്ട് ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ കറക്റ്റ് ലൈന് വരച്ചു. ഇത് 90 സെൻറ്റ് എടുത്താൽ കറക്റ്റ് ഇതിൻ്റെ കൈയും യോക്കും കറക്റ്റാണ്. അപ്പോൾ 16 ഇഞ്ചാണ് ഇതിൻ്റെ യോക്ക്. 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് 17 ഇഞ്ചിൽ ഞാനിത് ഇവിടെ മാർക്ക് ചെയ്തിട്ടോ. ഓക്കെ, 16 ഇഞ്ചാണ് നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് വരിക. അതിൽ കൂടി 1 ഇഞ്ച് കൂടുതലിടുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പാണ്. എന്നിട്ട് 17 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. ഷോൾഡർ 14 ഇഞ്ചാണ്. കറക്റ്റ് ഷോൾഡർ 14ആണ്. അപ്പോൾ അതിൻ്റെ പകുതി ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൽ കൂടി ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ തുമ്പിട്ടിട്ട് 7.5 ഇഞ്ചിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് കറക്റ്റ് ആ ലൈന് തമ്മിൽ, ആ മാർക്കിങ്ങിൽ തമ്മിൽ ഇതേപോലെ ഒരു ലൈന് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ആം ഹോൾ മാർക്ക് ചെയ്യാണ്. ഒരു 7 ഇഞ്ച് അടിക്ക് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതേപോലെ എന്നിട്ട് ഇവിടെ ഒരു ലൈന് വരയ്ക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ റിഗാൾ ഞാൻ 7 ഇഞ്ചേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് കൈ ഫിറ്റ് ചെയ്യുമ്പോൾ കമ്മിയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ചെസ്റ്റാണ്. ചെസ്റ്റ് 19 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 9.5 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അതേപോലെ ഇതിൻ്റെ അടിഭാഗത്തെ ലൂസ്, വേസ്റ്റിൻ്റെ അവിടുത്തെ ലൂസ് 17 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8.5 ഇഞ്ച് കേട്ടോ. 8 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇനി എക്സ്ട്രാ നമുക്ക് എത്രയാണ് സ്റ്റിച്ച് ചെയ്യാൻ എക്സ്ട്രാ തുമ്പിട്ട് കൊടുക്കണ്ടേ? ഒരു 1.25 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ തുമ്പിട്ട് കൊടുക്കുക. തുണിക്കനുസരിച്ച് ഒരു 1.25 ഇഞ്ച് തുമ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ആ ലൈന് തമ്മിൽ ഇതുപോലെ മാർക്കിങ് കറക്റ്റായിട്ട് ബന്ധിപ്പിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഈ അടിഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, അതേപോലെ ഈ സൈഡിൽ നിന്ന് ഈ കഴുത്തിൻ്റെ അളവാണ് ഒരു 2.5 ഇഞ്ച് കേട്ടോ. ഇങ്ങോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഓക്കെ, എത്രയാണ് നിങ്ങളെ കഴുത്ത് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഈ അളവിൽ ഈ സൈഡിലേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക കേട്ടോ. ഒരു ക്രോസ് വരയ്ക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഈ റിഗാളിൻ്റെ ഇവിടെ ഇതേപോലെ ചെറിയൊരു ഷേപ്പ് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതേപോലെ ചെറുതായിട്ടും ഷേപ്പ് മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഷേപ്പ് മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇത് കറക്റ്റ് നമ്മൾ ഈ മാർക്ക് ചെയ്ത മാർക്കിങ് കൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെടുത്ത തുണി 90 സെൻറ്റിയാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആക്കാരം നോക്കുവാണെങ്കിൽ 1 മീറ്റർ എടുത്താൽ മതി. എന്നാൽ പിന്നെ ഷോർട്ടൊന്നും വരില്ല കേട്ടോ. അത് കറക്റ്റ് തുണിയെ കട്ട് ചെയ്യണുള്ളൂ, എടുത്തിട്ട് കട്ട് ചെയ്യണേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തു. ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാണ്ട്. അപ്പോൾ കറക്റ്റ് ആ യോക്കിൻ്റെ അതേ അളവ്, യോക്ക് എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ അതിൽ കൂടി 1 ഇഞ്ച് കൂടുതൽ ഇട്ടുകാണ്ട് കട്ട് ചെയ്താൽ മതി. ഇതേപോലെ ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ 2, 2.25, 2 ഇഞ്ച് മതി. 2 ഇഞ്ചൊക്കെ മതി കേട്ടോ. നിങ്ങളനുസരിച്ച് കഴുത്തിൻ്റെ അളവ് എടുത്തുകൊണ്ട് മാർക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ അവിടെ ചെറിയൊരു വെട്ടൊക്കെ ഇട്ടുകൊണ്ട് മാർക്ക് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലൊരു പീസ് ഫ്രണ്ടും ഒന്ന് ബാക്കുമാണ്. ഈ ഫ്രണ്ടിന് ഒരു 1/2 ഇഞ്ച് ഈ ഷേപ്പ് ഉൾഭാഗത്തേക്ക് ഇതേപോലെ കുഴിച്ച് വെട്ടണം. ഇതാണ് ഫ്രണ്ട്. ഓക്കെ, കുഴിച്ച് വെട്ടിക്കാണ്ട് സ്റ്റിച്ച് ചെയ്യലാണ് നല്ലത്. പക്ഷെ ഞാനിതിന് കുഴിച്ച് വെട്ടുള്ളൂ. ഞാൻ വേറൊരു കാരണം കൊണ്ടാണ് കുഴിച്ച് വെട്ടാതിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് ഫ്രണ്ട് ഭാഗം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് വെട്ടിക്കാണ്ട് ആ ഭാഗത്തേക്ക് തന്നെ നമ്മൾ കയ്യിൻ്റെ ഒരു ഭാഗം കുഴിച്ച് വെട്ടണം ഞാൻ പറഞ്ഞില്ലേ, അത് ആ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ ഫിറ്റ് ചെയ്യലാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കുഴിച്ച് വെട്ടിക്കാണ്ട് ഫിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ടാണ്. സ്കേർട്ട് പാർട്ട് ആ തുണി എടുത്തിട്ടുണ്ട്. ഇത് 2 മീറ്റർ തുണിയാണുള്ളത്. ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് 2 മീറ്ററാണുള്ളത്. പക്ഷേ നമുക്ക് 51 ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൽ 16 ഇഞ്ച് യോക്കും പോയാൽ ബാക്കി സ്കേർട്ട് വരുന്നത് ഒരു 35 ഇഞ്ച് മതി കേട്ടോ. ആ 35ഉം അതിൽ കൂടി ഒരു 1.5 ഇഞ്ച് കൂട്ടിക്കാണ്ട് ഒരു 36.5 ഇഞ്ചിലാണ് ഞാൻ ഈ പീസ് കട്ട് എടുക്കുന്നത്. 2 പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിൽ വന്ന് ഇതിനൊരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുകൾ ഭാഗം അടിഭാഗം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ കരഭാഗത്തേക്കാണ് ഒരു ബോർഡർ വർക്കായിട്ട് വരുന്നുണ്ട് ചില ക്ലോത്ത് ഇതേപോലത്തെ. അപ്പോൾ അതാണ് നിങ്ങൾ കട്ട് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ വിലങ്ങേ കട്ട് ചെയ്യാണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്തിനനുസരിച്ച് 2 പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ 35 എനിക്ക് സ്കേർട്ട് വേണ്ടത്. അപ്പോൾ 36.5 ഒരു 1.5 ഇഞ്ച് തുമ്പിട്ടുകാണ്ട് 36.5 ഇഞ്ചിൽ ഞാൻ 2 പീസ് ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ 2 പീസിൻ്റെയും സൈഡ് ഭാഗം ആ കരഭാഗം ജോയിൻ്റ് ചെയ്തുകാണ്ട് ആ 2 പീസിൻ്റെയും കൂടെ ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് പ്ലീറ്റ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ പീസ് ഇതുപോലെ വെക്കും. ഇതിൻ്റെ കരഭാഗം അതേപോലെ ഈ പീസിൻ്റെയും കരഭാഗമാണത്. ഈ 2 ഭാഗവും ജോയിൻ്റ് ചെയ്യാണ്. ഈ 2 ഭാഗം ജോയിൻ്റ് ചെയ്യണം. വർക്ക് അനുസരിച്ച് തന്നെ വെച്ചുകൊണ്ട് 2 ഭാഗം ജോയിൻ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഫോൾഡ് ചെയ്തടിക്കും. അടിഭാഗം ഈ ഭാഗം പ്ലീറ്റ് വെക്കുകയാണ് കേട്ടോ. പ്ലീറ്റ് വെക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ എന്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്കേർട്ടൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ കയ്യിൻ്റെ അടിഭാഗം ഒരു 4 ഇഞ്ച് വീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ് കേട്ടോ.
ഓക്കെ, രണ്ട് കൈയിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കുക. സാധാരണ നമ്മൾ സ്റ്റിച്ചിൻ്റെ കൈയിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കുന്ന പോലെ അടിക്കുകയാണ് കേട്ടോ. ഓക്കെ, അടിച്ചെടുത്തു. അങ്ങനെ രണ്ട് കൈയിൻ്റെയും അടിഭാഗം ഫോൾഡ് ചെയ്തിട്ടോ, ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ വരും. ഓക്കെ, അതാണ് മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ യോക്കിൻ്റെ ഭാഗമാണ് കേട്ടോ, യോക്കാണിത്. എന്നിട്ട് ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഫ്രണ്ടാണിത് കേട്ടോ. ഇതേപോലെ കറക്റ്റ് വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിവിടെ ഉണ്ട്. ഇനി അടിഭാഗത്തേക്ക് ഒരു 5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളെ കഴുത്തിന് അളവിനനുസരിച്ച് എത്ര വെച്ചാലും മാർക്ക് ചെയ്യുക. 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ലൈൻ ഇറക്കുക കേട്ടോ. സാധാരണ ഫ്രീ സൈസിന് വരേണ്ടത് 2.5 ഇഞ്ചും 2.25 വിലങ്ങിനും അടിഭാഗത്ത് ഒരു 5 ഇഞ്ച്, ഓക്കെ, ഒരു 5.25 ഇഞ്ചൊക്കെയാണ് സാധാരണ കഴുത്ത് വരിക കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക. നിങ്ങളെ കഴുത്തിനനുസരിച്ച് മാർക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ കഴുത്ത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ യോക്കായി ഫ്രണ്ടാണ്, ഇതാണ് ഫ്രണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു പട്ട വെക്കുന്നുണ്ട്. അതായത് ഒരു ഇഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്തുകൊണ്ട് 1 ഇഞ്ച് വീതിയിൽ ഒരു പീസ് ഉൾഭാഗത്തേക്കൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു പട്ട രൂപത്തിൽ കറക്റ്റ് അയൺ ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ എന്നിട്ട് അത് ആ സെൻറ്ററിൽ വെച്ചുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് അടിക്കണേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ബട്ടൺസ് വെക്കാനായിട്ട് ഷോക്ക് വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ചെയ്യണ്ട. ഓക്കെ, എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒരു ഇഞ്ച് വീതിയിൽ ഒരു പട്ട രൂപത്തിൽ അയൺ ചെയ്തുകൊണ്ട് മടക്കിയെടുത്തിട്ട് കറക്റ്റ് ആ യോക്കിൻ്റെ ഫ്രണ്ടിൻ്റെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ഒരു ചവിട്ടി വീതിക്ക് സ്റ്റിച്ച് ചെയ്യട്ടോ. 2 സൈഡും വെറുതെ വെക്കുക, വേറെ ഒന്നുമില്ല. ഓപ്പണൊന്നും വെക്കണമെന്നില്ല കേട്ടോ. ഓക്കെ, അതേപോലെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. മുകൾ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലും എടുത്തിട്ട് രണ്ടാമത്തെ സൈഡിലും അതേപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടിവരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ടായിട്ടോ, ഫ്രണ്ടിൻ്റെ യോക്ക് കറക്റ്റ് നമ്മൾ സെൻറ്ററിൽ ഒരു പട്ടയ്ക്ക് വെച്ചുകൊണ്ട് കഴുത്തൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് പീസ് എടുക്കുകയാണ്. അടിഭാഗത്തേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക കേട്ടോ. കഴുത്തിൻ്റെ വീതി നമ്മൾ ആദ്യം ഓൾറെഡി അവിടെ ഒരു വെട്ടിട്ടിട്ടുണ്ട്. ആ വെട്ടിന്ന് കറക്റ്റായിട്ട് ഇതേപോലെ ഷേപ്പ് വരച്ചുകൊണ്ട് അതിന് കട്ട് ചെയ്ത് മാറ്റിയാണ് കേട്ടോ. ഓക്കെ, കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുക കറക്റ്റായിട്ട്. ഇപ്പോൾ ബാക്കിൻ്റെ കഴുത്ത് കുറച്ച് കയറി നിൽക്കും, ഫ്രണ്ടിൻ്റെ കുറച്ച് ഇറങ്ങി നിൽക്കും. ഈ ഇൻഡൊട്ട ഭാഗമാണ് ചീത്ത വശം, ഉൾഭാഗത്തേക്ക് വരുന്ന ഭാഗം. എന്നിട്ട് ഇതേപോലെ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഷോൾഡറിന് ജോയിൻറ്റ് ചെയ്യാൻ കേട്ടോ. കറക്റ്റായിട്ട് ഷോൾഡർ രണ്ടും ഒപ്പം വെച്ചുകൊണ്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ 2 ഷോൾഡറും ജോയിൻറ്റ് ചെയ്തിട്ടോ. ഓക്കെ, ഇനി ഇതൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ പീസിൻ്റെ വീതി ഒരു 1.5 ഇഞ്ചുണ്ട്. ഈ പീസിൻ്റെ വീതി ഇതൊരു ക്രോസാണ് കേട്ടോ. ക്രോസ് പീസ് വെച്ചുകൊണ്ട് 2-3 പീസാണ് വെച്ചുകൊണ്ട് ജോയിൻറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അത് ഇതിന് തുണി ഷോർട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അയൺ ചെയ്തുകൊണ്ട്. അതായത് ക്രോസ് പീസ് എടുത്തുകൊണ്ട് ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു ക്രോസ് പീസ് എടുത്തുകൊണ്ട് സെൻറ്റർ അയൺ ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ചീത്ത വശത്ത്, അതായത് ഈ ടോപ്പിൻ്റെ യോക്കിൻ്റെ ഉൾഭാഗത്ത് വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് നല്ല വശത്തേക്ക് അടിച്ച് മറിക്കുക കേട്ടോ. ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് പീസ്. ബാക്ക് പീസിൻ്റെ ഈ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യണത്. കറക്റ്റ് ആ 2 ഫോൾഡ് ചെയ്ത ആ തുമ്പ് വരേണ്ട ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണത് ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ ഈ ഭാഗം കേട്ടോ, ഈ ഭാഗമാണ് ഇതിൻ്റെ തുമ്പ് വരേണ്ടത്. ആ ഓപ്പണായി കിടക്കേണ്ട ആ ഭാഗം ഈ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ആ കഴുത്ത് ഫുള്ളായിട്ട് ആ പീസ് വെച്ചുകൊണ്ട് ചീത്ത വശത്ത് വെച്ചുകൊണ്ട് നടിക്കണം കേട്ടോ. എന്നിട്ട് നല്ല വശത്തേക്ക് ഇതിന് മറിക്കുകയാണ്. സാധാരണ നമ്മൾ കഴുത്തൊക്കെ പൈപ്പ് ചെയ്യണില്ലേ, ഇത് കുറച്ച് വീതിയിലാണ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ. ഓക്കെ, എന്നിട്ട് കറക്റ്റായിട്ട് ആ കഴുത്തിൻ്റെ പീസും നമ്മൾ ഈ മറിക്കാൻ ഉപയോഗിക്കുന്ന ഈ ക്രോസ് പീസിൻ്റെ തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് ഒരു ചവിട്ടി വീതിക്ക് ഫുള്ളായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഈ തല വരെ അടിച്ചെടുക്കുക. ബാക്ക് പീസിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ, അത് വരെ അടിക്കുക കേട്ടോ. ആ പീസുമ്മക്ക് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ തുടങ്ങിയ ആ പീസിൻ്റെ മുകൾക്ക് ഈ പീസ് കയറ്റി വെച്ചുകൊണ്ട് ഒരു 1/2 ഇഞ്ചോളം സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതേപോലെ. അപ്പോൾ ഇതേപോലെ വരും കേട്ടോ. എന്നിട്ട് ഇത് നല്ല വശത്തേക്ക് മറിക്കുകയാണ്. നല്ല വശത്തേക്ക് മറിച്ചുകൊണ്ട് കറക്റ്റായിട്ട് അതിന് ആ പീസിന് തെല്ലിന് സ്റ്റിച്ച് ചെയ്യണം. സാധാരണ കഴുത്ത് പൈപ്പ് ചെയ്യില്ല, അതേപോലെ ചെയ്താലും മതി. ഓക്കെ, നിങ്ങൾ ഐഡിയക്ക് ചെയ്യാട്ടോ. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് നല്ല വശത്തേക്ക് ആ പീസ് മറിച്ച് വെച്ചുകൊണ്ട് ആ പീസിന് തെല്ലിന് ഫുള്ളായിട്ട് അടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. കറക്റ്റായിട്ട് അടിച്ചെടുക്കുക, അല്ലാതെ വലിക്കരുത്. കാരണം ഇത് ക്രോസ് പീസാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ പീസ് വലിക്കാൻ പാടില്ല. വലിക്കാതെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് വെള്ളം അടിച്ചെടുത്താൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് ആ തുടങ്ങിയ ആ ഭാഗത്ത് വരെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ.
ഓക്കെ, അങ്ങനെ കഴുത്ത് കറക്റ്റായിട്ട് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, കൈ എടുത്തിട്ട് കയ്യിൻ്റെ സെൻറ്റർ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ആ യോക്കിൻ്റെ ആ ഭാഗം എടുക്കുക. നമ്മളെ കൈ ഫിറ്റ് ചെയ്യേണ്ട ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം എടുത്തിട്ട് അതിൻ്റെ ബാക്കും ഫ്രണ്ടും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് കറക്റ്റ് ആ ഷേപ്പ് ഒന്ന് കറക്റ്റാണോ നോക്കുക, വെച്ച് നോക്കുക. ഓക്കെ, ഇത് കറക്റ്റാണ് കേട്ടോ. ഇനി ഇല്ലെങ്കിൽ ഈ ബോഡി പീസ് വെട്ടാണ്ടെങ്കിൽ ഒരു അരഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ ചിലപ്പോൾ വെട്ടാണ്ടാവും. അപ്പോൾ ആ വെട്ടാണ്ടെങ്കിൽ ഒപ്പല്ലെങ്കിൽ വെട്ടാണ്ടെങ്കിൽ ആ യോക്കിൻ്റെ ആ ഭാഗം ഒന്ന് ആ മുകളിൽ കുറച്ചും കൂടി ഇറക്കി കട്ട് ചെയ്ത് കണ്ട് കറക്റ്റ് ആ കൈ ആയിക്ക് കറക്റ്റ് ആക്കുക. എന്നിട്ട് ഈ കൈ ഈ ബോഡിമേ വെച്ചിക്കാണ്ട് ഫിറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നല്ല വശത്ത് വെച്ചിക്കാണ്ട് കയ്യിൻ്റെ ചീത്ത വശം മുകൾക്കാവേണ്ട രൂപത്തിൽ വെച്ചുകൊണ്ടാണ് ഫിറ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട സംഭവമാണ്. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് ആ കൈ വരേണ്ട ആ ഭാഗത്ത് കറക്റ്റ് ഫിറ്റ് ചെയ്യുക. ഈ ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റിൻ്റെ അവിടെ വരുമ്പോൾ കയ്യിൻ്റെ സെൻറ്റർ ഒപ്പാവണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡ് അടിക്കുക കേട്ടോ. ഈ കയ്യിൻ്റെ സൈഡ് അടിച്ചുകൊണ്ട് വരികയാണ് കറക്റ്റായിട്ട്. ആ രണ്ട് കൈ ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ആ രണ്ട് തുമ്പും ഒപ്പം വരുന്ന രൂപത്തിൽ വെച്ചുകൊണ്ട് ഒരു ഇഞ്ചാണ് നമ്മൾ തുമ്പിട്ടിട്ടുള്ളത്. ആ 1 ഇഞ്ച് വീതിയിൽ ഇതിൻ്റെ ഒരു സൈഡിന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. 1 ഇഞ്ച് വീതിയിൽ ഒരു ഭാഗം അടിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു ഭാഗം അവിടെ ഓപ്പണായി കിടക്കുകയാണ്. ഓക്കെ, ഒരു ഭാഗം അടിച്ചിട്ടുള്ളൂ. ഈ ഭാഗം ഞാൻ അടിച്ചിട്ടില്ല. അത് ഞാൻ ആ സ്കേർട്ട് പീസ് ഇത് നമുക്ക് ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തെ സൈഡ് അടിക്കണുള്ളൂ കേട്ടോ. ഓക്കെ, ഒരു ഭാഗം അടിച്ചിട്ടുള്ളൂ. ഈ 2 സൈഡ് അടിച്ചിട്ട് സ്കേർട്ട് പാർട്ടുണ്ട് റൗണ്ടിൽ ഫിറ്റ് ചെയ്താലും മതി കേട്ടോ. അതിപ്പോൾ ഒരു ഭാഗം അടിച്ചിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ആ സ്കേർട്ടിൻ്റെ 2 പീസില്ലേ, ആ 2 പീസും ആ കരഭാഗം ഒപ്പം വെച്ചുകൊണ്ട് വർക്ക് ഉണ്ടെങ്കിൽ ആ വർക്കൊക്കെ കറക്റ്റായിട്ട് ഒരേ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ തന്നെ വെച്ചുകൊണ്ട് ആ കരഭാഗം ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഫുള്ളായിട്ട്. ഓക്കെ, കരഭാഗം ഫുള്ളായിട്ട് ജോയിൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ഒരു ഭാഗം ഫോൾഡ് ചെയ്തടിക്കുക. ഓക്കെ, ഇത് സ്കേർട്ട് 2 പീസാക്കി കട്ട് ചെയ്ത് ഇതിൻ്റെ വർക്കിനനുസരിച്ചാണ്. ഇനി വർക്കില്ലാത്ത പ്ലെയിൻ തുണിയാണെങ്കിൽ ചിലതിൻ്റെ കരഭാഗത്തിൻ്റെ അവിടെ ഒരു ബോർഡർ വരും. അതൊക്കെയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഫോൾഡ് ചെയ്ത് അടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പ്ലീറ്റ് വെക്കുകയാണ്. അതായത് ആ യോക്കിൻ്റെ ഭാഗത്തേക്ക് ഫിറ്റ് ചെയ്യേണ്ട ആ ഭാഗമാണ്. അവിടെ ഒരു 1.25 ഇഞ്ചോ ഒരു 1.5 ഇഞ്ചോ വീതിയിൽ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കേട്ടോ. കുറച്ച് വലിയ പ്ലീറ്റ് ഇട്ടാൽ 1.5 ഇഞ്ച് വീതിയിൽ പ്ലീറ്റ് ഇട്ട് കേട്ടോ കറക്റ്റായിട്ട്. ഓക്കെ, ആ യോക്കിൻ്റെ ആ സ്പേസിക്ക് കറക്റ്റ് ആവേണ്ട രൂപത്തിൽ ഈ പീസ് 2 പീസും ജോയിൻറ്റ് ചെയ്ത് 2 പീസും കൂടെ ഒരുമിച്ച് പ്ലീറ്റ് വെക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇത് ഫുള്ള് പ്ലീറ്റ് വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഫുള്ള് പ്ലീറ്റ് വെച്ചിക്കാണ്ട് ഞാൻ അയൺ ചെയ്തുകൊണ്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഭാഗത്തേക്ക് ഇതിന് ജോയിൻറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഈ യോക്കിൻ്റെ ഈ ലൂസിനനുസരിച്ച് വേണം ഈ സ്കേർട്ട് പീസ് പ്ലീറ്റ് വെക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ കറക്റ്റാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ ഭാഗത്ത് ഈ സ്കേർട്ട് പീസ് ഈ ഭാഗത്ത് വെച്ച് കണ്ട് ജോയിൻറ്റ് ചെയ്യാണ്. കറക്റ്റ് ഈ നല്ല വശം മുകൾക്കാവേണ്ട, അതായത് ആ യോക്കിൻ്റെ നല്ല വശം മുകൾക്കാവേണ്ട രൂപത്തിൽ വെച്ച് കണ്ട് ഈ സ്കേർട്ട് പീസ് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. വെച്ചുകൊണ്ട് ആ 2 തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് ആ ഭാഗം ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലെ ആ സ്കേർട്ടും ആ യോക്കും ജോയിൻറ്റ് ചെയ്യുക. അത്രേ ഇതുള്ളൂ കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ജോയിൻറ്റ് ചെയ്യുക. അപ്പോൾ അത് പ്ലീറ്റ് വെക്കുമ്പോൾ ഒന്ന് നോക്കണം ആ യോക്കിൻ്റെ അടിഭാഗത്തെ വേസ്റ്റിൻ്റെ അവിടുത്തെ ലൂസ് എത്രയാണ്. അപ്പോൾ നമുക്ക് 17 ഇഞ്ചാണ്. അപ്പോൾ 17 ഇഞ്ചിക്ക് പ്ലീറ്റ് ഇട്ടാൽ മതി. എന്നിട്ട് ജോയിൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എത്രയാണ് നമ്മൾ അളവ് വെച്ചാൽ അതിനനുസരിച്ച് പ്ലീറ്റ് ഇടുക. എന്നിട്ട് ആ ഭാഗം ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ വരും. എന്നിട്ട് ഇതിൻ്റെ കൈ ആ രണ്ടാമത്തെ സൈഡിലുള്ള കൈ ആ ബോട്ടത്തിൻ്റെ അവിടുന്ന് സൈഡ് അടിഭാഗം വരെ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത മാർക്കിങ് കൂടെ തന്നെ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതിന് ലൈനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റേണ്ട ഒരു മെത്തേഡിലാണ് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേമാതിരി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഇതിൻ്റെ കട്ടിങ്ങിലോ സ്റ്റിച്ചിങ്ങിലോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായും റീപ്ലൈ നൽകുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഇതിൻ്റെ യോക്കിൻ്റെ ഭാഗത്ത് ഒരു 1.25 ഇഞ്ച് 1.5 ഇഞ്ചിലൊക്കെ പ്ലീറ്റ് വെച്ചാൽ മതി. കുറച്ച് വീതിയിൽ പ്ലീറ്റ് വെക്കേണ്ടത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.